ഹലോ ഫ്രണ്ട്സ്, അമ്മൂസ് ടോക്കിങ്ങിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ. എൻ്റെ പേര് രേഷ്മ. എൻ്റെ വീട്ടിൽ ഹസ്ബൻഡും അവരുടെ അച്ഛനും മാത്രമാണുള്ളത്. നമുക്ക് കുട്ടികളില്ല. ട്രീറ്റ്മെൻറ്റൊക്കെ നടക്കുന്നുണ്ട്. ഭർത്താവിന് ബാങ്കിലാണ് ജോലി. എന്നും രാവിലെ പോയാൽ പിന്നെ വൈകുന്നേരമാണ് വരിക. വെള്ളി ലീവാണ്. ജോലി കഴിഞ്ഞ് വന്ന പാടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് പോയി രാത്രി വൈകിയാണ് തിരിച്ചു വരിക. ചുരുക്കി പറഞ്ഞാൽ ഒരു ഒറ്റപ്പെടൽ. ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പോലും ആളെ കിട്ടില്ല. എൻ്റെ ലോകം അടുക്കള, വീട്, ഇടയ്ക്ക് കുടുംബശ്രീക്ക് പോകും. അതാണ് ആകെ ഉള്ളൊരാശ്വാസം. പിന്നെ ഫേസ്ബുക്കിൽ വരുന്ന റിക്വസ്റ്റൊക്കെ ആക്സെപ്റ്റ് ചെയ്ത് ഇതിലുള്ളവരെ സുഹൃത്തുക്കളാക്കും. അവരോടൊക്കെ സംസാരിക്കും. പിന്നെ അവരുടെ സംസാര രീതിയൊക്കെ മോശമാകാൻ തുടങ്ങുമ്പോൾ ഞാൻ അതും ഒഴിവാക്കും. പിന്നെ കമ്പനിക്കുള്ളത് ഭർത്താവിൻ്റെ അച്ഛനാണ്. ചെറിയ ചെറിയ വിഷമങ്ങളൊക്കെ പറയുന്നത് അച്ഛനോടാണ്. ഭയങ്കര സ്നേഹമുള്ള ആളാണ്. അങ്ങനെ ആരോടും മിണ്ടാനില്ലാതെ ബോറടിച്ചിരിക്കും. എൻ്റെ കുറച്ച് സങ്കടങ്ങളൊക്കെ അച്ഛനോട് പറയാൻ തുടങ്ങി. അങ്ങനെ പറയുമ്പോൾ അതിലെനിക്കൊരു ആശ്വാസം കിട്ടുവാൻ തുടങ്ങി. അച്ഛനെങ്കിലും ഉണ്ടല്ലോ എൻ്റെ വിഷമങ്ങൾ കേൾക്കാൻ എന്നുള്ളൊരു ആശ്വാസം. ദിവസം കഴിയുന്തോറും അച്ഛനോട് കൂടുതൽ അടുത്തു. നമ്മൾ നല്ല സുഹൃത്തുക്കളായി. എൻ്റെ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ഞാൻ അച്ഛനോട് പറയുവാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞാൻ ബാത്റൂം കഴുകുന്നതിനിടയിൽ കാല് സ്ലിപ്പായി വീണു. വീഴ്ചയിൽ നടുവിന് നല്ല വേദനയായിരുന്നു. എനിക്ക് എഴുന്നേൽക്കാൻ പോലും പറ്റിയിരുന്നില്ല. അപ്പോൾ വീട്ടിൽ അച്ഛൻ മാത്രമാണ് ഉണ്ടായത്. ശബ്ദം കേട്ട് അച്ഛൻ ഓടി വന്നു. എനിക്ക് എഴുന്നേൽക്കാൻ വയ്യാതെ കിടക്കുകയായിരുന്നു. അത് കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ അച്ഛൻ നിൽക്കുന്നു. ഞാൻ എന്നെ സഹായിക്കാൻ ആവശ്യപ്പെട്ടു. അച്ഛൻ എന്നെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും എനിക്ക് പറ്റുന്നില്ല. ഞാൻ എന്നെ എടുക്കാമോ എന്ന് ചോദിച്ചു. പ്രായം 50 ആയെങ്കിലും നല്ല ആരോഗ്യമുള്ള ആളാണ് അച്ഛൻ. എന്നെ കോരിയെടുത്ത് ബെഡിൽ കിടത്തി. എനിക്ക് നടു അനക്കാൻ വയ്യാത്ത വേദന. അവിടെയുള്ള ബാം എടുത്ത് തടവാൻ ഞാൻ ശ്രമിച്ചു. പക്ഷേ വേദന കാരണം പറ്റുന്നില്ല. ഞാൻ അച്ഛനോട് അത് പുരട്ടിത്തരാൻ ആവശ്യപ്പെട്ടു. ആദ്യം അച്ഛനൊന്നും മടിച്ചെങ്കിലും പിന്നെ സമ്മതിച്ചു. ഞാൻ കിടന്ന സാരി മെല്ലെ മാറ്റി. അച്ഛൻ മെല്ലെ തടവി തന്നു. എനിക്ക് ഇക്കിളിയായിരുന്നു. കൂടെ നല്ല വേദനയും. ആ സംഭവം എന്നിൽ ഉറങ്ങിക്കിടന്ന ചില കാര്യങ്ങൾ ഉണർത്തി. ചെയ്തു തരേണ്ടവർ ഒന്നും ചെയ്യുന്നുമില്ല. തെറ്റാണെന്നറിഞ്ഞിട്ട് ആ നിമിഷം ഞാൻ കൊതിച്ചു. അടുത്ത ദിവസത്തേക്ക് നടുവിൻ്റെ വേദനയൊക്കെ ഒരുവിധം നന്നായി കുറഞ്ഞു. എങ്കിലും ഞാൻ കുറച്ച് വേദനയൊക്കെ അഭിനയിച്ചു. ചേട്ടൻ ഡ്യൂട്ടിക്ക് പോയതിനു ശേഷം ഞാൻ കുളിച്ചു. ആ മരുന്ന് തടവിത്തരാൻ അച്ഛനോട് ആവശ്യപ്പെട്ടു. ഇന്നലത്തേക്കാളും ഉത്സാഹമുണ്ടായിരുന്നു അച്ഛൻ്റെ മുഖത്ത് ഞാനത് പറഞ്ഞപ്പോൾ. അച്ഛൻ ആസ്വദിച്ച് തടവുന്നത് ഞാൻ ഇടക്കണ്ണിട്ട് ശ്രദ്ധിച്ചു. കുറച്ച് ദിവസം കൊണ്ട് വീട്ടിലെ 2 കുപ്പി ബാം തീർന്നു. അങ്ങനെ ഞാനും അച്ഛനും തമ്മിലുള്ള ബന്ധം വളർന്നു. എല്ലാ സങ്കടങ്ങളും അച്ഛൻ തീർത്തു തന്നു. ഭർത്താവില്ലാത്ത പല രാത്രികളിലും ഞാനും അച്ഛനും ഒന്നിച്ചായിരുന്നു കിടന്നിരുന്നത്. ഒറ്റപ്പെട്ട മനസ്സുമായി കഴിഞ്ഞിരുന്ന ഞാനിപ്പോൾ അങ്ങനെ ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കപ്പെടുന്നില്ല. എല്ലാത്തിനും എനിക്ക് അച്ഛനുണ്ട്. സ്നേഹിക്കാനും മനസ്സിലെ സങ്കടം പറയാനും എന്നെ നേർവഴിക്ക് നടത്താനും ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ അതെല്ലാം അച്ഛനിലൂടെ എനിക്ക് കിട്ടി. ഈ ബന്ധം ശരിയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നമുക്കൊരു ജീവിതമേ ഉള്ളൂ. അത് സന്തോഷത്തോടെ അടിച്ചു പൊളിച്ച് ജീവിക്കുക. ആർക്കും വിഷമമുണ്ടാക്കാതെ ജീവിക്കണം, അത്രമാത്രം. ചില സമയങ്ങളിൽ അച്ഛൻ സങ്കടപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ സ്റ്റോറി ഇത്രയേ ഉള്ളൂ. നമുക്ക് പുതിയൊരു സ്റ്റോറിയുമായി കാണാം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ.